ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ ഋഷി ഗ്ലോബലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഖ്യയാണ് 9. അപ്പോൾ ആ 9ൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിശാസ്ത്രം, പുരാണങ്ങൾ, ജ്യോതിഷം, സംഖ്യാശാസ്ത്രം, ആത്മീയത, സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ഗണിതശാസ്ത്രം, ശാസ്ത്രം തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ആകർഷകവും പ്രാധാന്യമുള്ളതുമായ ഒരു സംഖ്യയാണ് 9. നവഗ്രഹങ്ങൾ, നവധാന്യങ്ങൾ, നവരാത്രി, നവരത്നം എന്നിങ്ങനെ ഭാരതീയ സംസ്കാരമനുസരിച്ച് വിശേഷപ്പെട്ടതും പവിത്രമായതുമായ പലതും 9മായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിശാസ്ത്രത്തിൽ 9 എന്ന സംഖ്യ നമ്മുടെ സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളുമായി ഏറ്റവും പ്രസിദ്ധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും 2006 പ്ലൂട്ടോയെ ഒരു കുള്ളൻ ഗ്രഹമായി പുനർവർഗീകരിച്ചതിനു ശേഷം സാങ്കേതികമായി 8 ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും 9 എന്ന സംഖ്യ ഇപ്പോഴും ജ്യോതിശാസ്ത്രത്തിൽ പ്രതീകാത്മക പ്രാധാന്യമുള്ളതാണ്. ഇത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ പൂർണ്ണതയെയും ക്രമത്തെയും പ്രതിനിധീകരിക്കുന്നു. പുരാണങ്ങളിൽ 9 എന്ന സംഖ്യ പലപ്പോഴും ആത്മീയ വളർച്ചയുമായും അറിവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ഗ്രീക്ക് പുരാണങ്ങളിൽ 9 മ്യൂസുകൾ സർഗാത്മകതയ്ക്കും കലയ്ക്കും പ്രചോദനം നൽകിയപ്പോൾ ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ 9 ദൈവങ്ങൾ അധോലോകത്തെ ഭരിച്ചു. ജ്യോതിഷത്തിൽ 9 എന്ന സംഖ്യ ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് അഭിലാഷം, ഊർജം, പ്രവൃത്തി എന്നിവയെ നിയന്ത്രിക്കുന്നു എന്ന് പറയപ്പെടുന്നു. 9 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ചൊവ്വയുടെ രാശിയിൽ ജനിച്ച ആളുകൾ പൊതുവെ ആത്മവിശ്വാസമുള്ളവരും സ്വതന്ത്രരും സാഹസികത ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിലെ പല വശങ്ങളിലും 9 എന്ന സംഖ്യ അതിശയകരമാം വിധം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യന്റെ ഗർഭകാലം ഏകദേശം 9 മാസമാണ്. കൂടാതെ പല സാംസ്കാരിക മത പാരമ്പര്യങ്ങളിലും 9 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ട്. ചൈനീസ് സംസ്കാരത്തിൽ 9 എന്ന സംഖ്യ ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ പലപ്പോഴും വിവാഹങ്ങൾ, ജന്മദിനങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗണിതശാസ്ത്രത്തിൽ 9 എന്ന സംഖ്യയ്ക്ക് ചില സവിശേഷ ഗുണങ്ങളുണ്ട്. ഇത് ഏറ്റവും ഉയർന്ന ഒറ്റയക്ക സംഖ്യയാണ്. ഏതൊരു സംഖ്യയെയും 9 കൊണ്ട് ഗുണിച്ചാൽ എല്ലായ്പ്പോഴും അക്കങ്ങൾ 9 ആകുന്ന ഒരു സംഖ്യ ലഭിക്കും. കൂടാതെ 9 എന്ന സംഖ്യ ആദ്യത്തെ 3 വർഗസംഖ്യകളുടെ ആകെത്തുകയും ആദ്യത്തെ 3 ഘനസംഖ്യകളുടെ ആകെത്തുകയും ആണ്. സംഖ്യകളുടെ നിഗൂഢ അർത്ഥങ്ങളെക്കുറിച്ചുള്ള പഠനമായ സംഖ്യാശാസ്ത്രത്തിലും 9 എന്ന സംഖ്യയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. സംഖ്യാശാസ്ത്രത്തിൽ 9 എന്ന സംഖ്യ ആത്മീയ വളർച്ച, ജ്ഞാനം, പൂർത്തീകരണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതപാത 9 എന്ന സംഖ്യയുള്ള വ്യക്തികൾ വളരെ സഹാനുഭൂതിയും അനുകമ്പയും ഉള്ളവരും മനുഷ്യരാശിയെ സേവിക്കാനുള്ള ശക്തമായ ആഗ്രഹമുള്ളവരുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ ആത്മീയ മത പാരമ്പര്യങ്ങളിലും 9 എന്ന സംഖ്യയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ക്രിസ്തുമതത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയുൾപ്പെടെ പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളുണ്ട്. ഹിന്ദുമതത്തിൽ ദുർഗാദേവിയുടെ 9 രൂപങ്ങളുണ്ട്. അവ ഓരോന്നും സ്ത്രീത്വത്തിൻ്റെയും ശക്തിയുടെയും വ്യത്യസ്ത വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ബുദ്ധമതത്തിൽ പ്രബുദ്ധതയിലേക്കുള്ള പാതയിൽ 9 ഘട്ടങ്ങളാണുള്ളത്. കൂടാതെ വിവിധ സാംസ്കാരിക ചരിത്ര സന്ദർഭങ്ങളിൽ 9 എന്ന സംഖ്യ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, മായൻ കലണ്ടർ സമ്പ്രദായത്തിൽ 9 ബോധതലങ്ങൾ പരിണാമത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളുമായി പൊരുത്തപ്പെടുന്നു. സംഗീതത്തിൽ ഒരു സ്കെയിലിൻ്റെ 9ാമത്തെ സ്വരത്തെ സബ്ടോണിക് എന്നാണ് വിളിക്കുന്നത്. കൂടാതെ 9 എന്ന സംഖ്യ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരം ഏകദേശം 93 ദശലക്ഷം മൈലാണ്. ഇത് 100 ദശലക്ഷം മൈൽ അല്ലെങ്കിൽ 1 ബില്യൺ അടി വരെ വട്ടമിടാം. രസകരമെന്ന് പറയട്ടെ, ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം 24,901 മൈലാണ്. ഇത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ 400-ൽ 1. പ്രപഞ്ചത്തിലെ വ്യത്യസ്ത ആകാശഗോളങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന യോജിപ്പുള്ള സന്തുലിതാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ ബന്ധം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ 9 ഏറ്റവും ഉയർന്ന ഒറ്റയക്ക സംഖ്യയാണ്. അതായത് 2 അക്കത്തിൽ എത്തുന്നതിന് മുൻപുള്ള അവസാന സംഖ്യയാണിത്. ഒറ്റ അക്കങ്ങളുടെ ശ്രേണിയിലെ അവസാന സംഖ്യയായതിനാൽ ഇത് പൂർണ്ണതയുടെ ഒരു ബോധം നൽകുന്നു. രണ്ടാമതായി, ഗണിതശാസ്ത്രത്തിൽ 9ന് മറ്റേതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ സവിശേഷ ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അക്കങ്ങൾ 9 ആയി വർദ്ധിക്കും. ഉദാഹരണത്തിന് 9 × 2 18 ആണല്ലോ. ആ 18-ലെ 1 + 8 എടുക്കുമ്പോൾ നമുക്ക് 9 ലഭിക്കുന്നു. ഈ സവിശേഷ ഗുണത്തെ ഡിജിറ്റൽ റൂട്ട് അല്ലെങ്കിൽ കുറച്ച അക്കങ്ങളുടെ ആകെത്തുക എന്ന് വിളിക്കുന്നു. ഇത് മോഡുലാർ ഗണിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ ഭഗവത്ഗീതയിൽ ആകെ 18 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആ 18-ലെ ഡിജിറ്റ് സം എടുക്കുമ്പോഴും 1 + 8 നമുക്ക് 9 ആണ് കിട്ടുന്നത്. മാത്രമല്ല, നമ്മുടെ ഹിന്ദു റിലീജിയസ് മാലയിൽ ആകെ 108 ബീഡ്സുകളാണ് വരുന്നത്. ആ 108-ലെ ഡിജിറ്റ് സം എടുക്കുമ്പോഴും നമുക്ക് 9 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. അതായത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിനും വിശ്വാസത്തിനും 9 എന്ന സംഖ്യയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. താങ്ക്